ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയ്ക്ക് വാട്ടാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവറും നമ്മളും കൂടി പുതിയൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബുക്കാട്ടി എടുക്കാനായിട്ട് നമ്മൾ ഷിപ്പ് യാർഡിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ ഷിപ്പ് യാർഡിൽ പോയിട്ട് നമ്മൾ അങ്ങനെ ഡ്രൈവറുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി കുറച്ച് മോഡിഫൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് നേരെ നമ്മുടെ ബൂത്തിലേക്ക് കയറ്റാം. അപ്പോൾ നമുക്ക് എങ്ങനത്തെ മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും റാപ്പ് തന്നെ ചെയ്യാട്ടോ. അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് തന്നെ വരും കേട്ടോ ഇതിൻ്റെ റാപ്പ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും സ്പെയർ പാർട്സൊക്കെ നമ്മുടെ കയ്യിലിരിക്കണ കാര്യം കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വരുത്തിക്കാമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ലൈറ്റ് ഒന്ന് ഓണാക്കട്ടെ നമ്മുടെ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ വണ്ടി ഒന്ന് സെറ്റപ്പാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് സ്റ്റിക്കേഴ്സ് അല്ല, റാപ്പിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കളറും അത്യാവശ്യം സെറ്റപ്പായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ വരുന്ന വഴിയിൽ ആരെങ്കിലുമൊക്കെ ഈ കളർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് കേട്ടോ. ഈ കളർ എങ്ങനെ ഉണ്ടാവുമോ, ഇത് ഭയങ്കര ബോറായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ കുറച്ച് റാപ്പിങ്ങിൻ്റെ ഇതായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് അത്യാവശ്യം കാര്യമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്താലോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രൈവറിനോട് കൂടി ചോദിക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള തന്നെ റാപ്പിംഗ് തന്നെയാണ് അത്. അപ്പോൾ ഇതും അത്യാവശ്യം കുറവാണ് മറ്റേത് ചോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും വിൽക്കാനുള്ള വണ്ടിയല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി 2 ദിവസം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വിൽക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഗൈസ് നമുക്കുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഓടിച്ചൊന്ന് സെറ്റപ്പാക്കി എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല പ്രത്യേകത ഉള്ള റാപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഇത് കണ്ട നമ്മുടെ വ്യത്യാസം കണ്ടില്ലേ, ആ റെഡ് സ്ട്രൈപ്പ്. അപ്പോൾ ഇത് കണ്ട പുറത്തിറങ്ങുമ്പോൾ റെഡ് ഔട്ടാണ്, അല്ലെങ്കിൽ ഇത് കറുപ്പ ഇതാണ് കാണിക്കണേ. അപ്പോൾ ഇത് വെയിലത്ത് ഇറങ്ങണതിനനുസരിച്ച് പൊസിഷൻ മാറുന്നതനുസരിച്ച് തന്നെ റെഡ് ആവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. അത്യാവശ്യം വില കൂടിയ റാപ്പിംഗ് തന്നെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ നമ്മൾ ഇരിക്കണ കാരണം തന്നെ കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ സ്പെയർ പാർട്സൊക്കെ തന്നെ കുറവാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നമുക്ക് എന്തായാലും ചെയ്യണം. ഇത് കാർബൺ ഫൈബർ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വെള്ള കളർ കാർബൺ ഫൈബറാണ് മേലെയുള്ളത്. അപ്പോൾ ഇത് കണ്ട നമ്മുടെ വെയിലത്ത് ഇറങ്ങുന്നതിനനുസരിച്ച് ഇത് റെഡ് ആവട്ടെ. അപ്പോൾ നമ്മുടെ വണ്ടി വിൽക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുകയും ചെയ്യട്ടെ. നമ്മൾ അത്യാവശ്യം നല്ല വില കൂടിയ റാപ്പിംഗ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള റാപ്പിംഗ് തന്നെയാണ് ചെയ്യണം, നമ്മൾ തന്നെയാണ് മോഡിഫിക്കേഷൻ തന്നെ ചെയ്യണത്. അപ്പോൾ ആൾക്കാർ കുറവുള്ള കാര്യം നമ്മളിത് പെട്ടെന്ന് പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലോസ് ഗ്യാങ് ഇതുവരെ നമ്മുടെ ഈ വണ്ടിയുടെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. അത് കാരണം നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ലോസ് ഗ്യാങ് ഇത് അറിയരുത്, ഈ വണ്ടിയുള്ള കാര്യം അറിയുകയാണെങ്കിൽ നമ്മുടെ വണ്ടി അവന്മാർ ഇത് അടിച്ചുകൊണ്ട് പോട്ടാ. അപ്പോൾ അതേ നമ്മൾ അത്യാവശ്യം നമ്മൾ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അതേ ബുക്കാട്ടി എങ്ങനെയുണ്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോളാം. അപ്പോൾ മുമ്പത്തെ ആണോ ആദ്യത്തെ ആണോ എന്നുള്ളത് നമ്മുടെ ഏതാ സൂപ്പർ എന്നുള്ളത് നമ്മൾ കമൻറ്റിൽ ഇട്ടോളാം, എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതും അത്യാവശ്യം നല്ല രസമുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ വേറൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്, നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊരു കോഡീഷൻ്റെ വണ്ടിയാണ്, ഏതൊരു വണ്ടി എന്ത് പഴയ വണ്ടിയാണ്, നമ്മൾ സെറ്റപ്പൊക്കെ എടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അത് കേട്ടിരുന്നു, അത് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ അത് ഇതാണ് ആ വണ്ടി, അത്യാവശ്യം നല്ല പഴയ വണ്ടിയാണല്ലോ. അപ്പോൾ അതേ നമുക്ക് ആ ഫ്രണ്ടിലത്തെ ലൈറ്റൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈറ്റാണ് വെക്കേണ്ട, അത്യാവശ്യം നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് മോഡൽ കാണിക്കട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല പണി ചെയ്യാനുണ്ട് വണ്ടിയുമേ. അപ്പോൾ ഏതൊരു കോടീശ്വരൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പഴയ എന്തോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന വണ്ടിയാണ്. അപ്പോൾ എന്തോ ടെസ്റ്റിന് വേണ്ടി കയറ്റാൻ വേണ്ടി പണം തീർക്കണം എന്നുള്ള സ്കീമാണ്. ടെസ്റ്റാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല പണി തന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടി പണിന് എന്തെങ്കിലും അത്യാവശ്യം ടൈം എടുക്കും, നമ്മുടെ ഇതിൽ നിന്ന് അത്യാവശ്യം സമയം പോകും കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതിന് പണിയാനുള്ള ആളുള്ളത്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നമുക്ക് സെറ്റപ്പാക്കി എടുക്കാറുണ്ട്. ഫ്രണ്ടിൽ ഫുള്ള് നമ്മൾ മാറ്റി വിട്ടാൽ നമുക്കിത് ഈ വണ്ടിയാണെന്ന് അറിയും കൂടി ചെയ്യില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം സെറ്റപ്പായിരുന്നു നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങണം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മൾ കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടാക്കി സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അത് കണ്ട വണ്ടിയുടെ ആകെ സിമ്പിളാണ്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് നമ്മുടെ പെയിൻറ്റിങ് ബൂത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യം യൂണീക്കായിട്ടുള്ള മോഡിഫിക്കേഷൻ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് ബൂത്തിൽ കയറ്റാം. നമ്മളങ്ങനെ പെയിൻറ്റിങ് ബൂത്തിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കലാപരിപാടി തുടങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞത് വണ്ടി സെറ്റപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ആ പെയിൻറ് ഒന്ന് പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്തായാലും പെയിൻറ് മാറ്റി വേറെ ഏതെങ്കിലും ഒരു പെയിൻറ് ആക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ടൈം വെച്ച് നമ്മൾ അത്യാവശ്യം വണ്ടി കണ്ട കീടിലാക്കി എടുത്തിട്ടുണ്ട് കണ്ട. എൻ്റെ മോനെ വിഷയം തന്നെയാണ് കേട്ടോ ഗൈസ് ഇത്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഗ്യാപ്പ് കണ്ടില്ലേ, അതും മൊത്തം സൈലൻസറുള്ള ഗ്യാപ്പാണ് ഗൈസ്. അപ്പോൾ അത് 8, 2, 10 സൈലൻസറാണ് നമ്മുടെ ഈ വണ്ടിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ. അത്യാവശ്യം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ടർബോവും കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് നമ്മുടെ വണ്ടിക്ക് ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ ടയർ ഇങ്ങനെയുണ്ട്, നല്ല യൂണീക്ക് ആയിട്ടുള്ള ടയറില്ലേ ഗൈസ്, അത് തന്നെ നമ്മുടെ വണ്ടിയുടെ ആകെ അങ്ങനെ നമ്മൾ വൈറ്റ് ആക്കി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഭയങ്കര ഷോക്കായിരുന്നു, നമ്മുടെ പഴയ ഇതിൽ ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിൽ ഇൻറ്റീരിയറൊക്കെ നമ്മളിത് വൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞ ലൈറ്റ് എങ്ങനെയുണ്ട് കണ്ടോ. നമ്മുടെ വേറെ ഏതും വണ്ടിക്ക് കാണാത്ത പോലെ ഫ്യൂച്ചറിസ്റ്റിക് ലൈറ്റ് ഒക്കെ ഇല്ലേ, നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് കുറച്ച് കൂടുതലായ കാരണമാണ് നമ്മളിത് ഇങ്ങനെ കാണാൻ മനസ്സിലാകാത്തത്. അപ്പോൾ ഇത് വണ്ടി എങ്ങനെയുണ്ട്, ഞാൻ എന്തായാലും എല്ലാം ഡോറും കാര്യങ്ങളൊക്കെ തുറന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് വണ്ടി എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ ഗൈസ് കമൻറ്റിൽ ഇട്ടോളാം. അങ്ങനെ നമ്മുടെ എൻജിനും സൈലൻസറൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ പണി ഈ വണ്ടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത് കോടീശ്വരൻ്റെ വണ്ടിയാണ്, നമുക്ക് എന്തായാലും നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിക്ക് പറയാം കേട്ടോ. തട്ടാണ്ട് മുട്ടാണ്ടൊക്കെ എടുക്കാം. കണ്ട എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി ഗൈസ്, കിടിലിനായില്ലേ ഇത് കണ്ട. നമ്മുടെ ലൈറ്റ് കണ്ട, നമ്മുടെ ലൈറ്റ് കണ്ട ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. കണ്ട അത്യാവശ്യം നല്ല കിടിലൻ വർക്ക് തന്നെയാണ് നമ്മൾ എടുത്താനേട്ടാ. അപ്പോൾ കണ്ട 2 ലൈറ്റ് ഉണ്ട്, ഒരെണ്ണം ബാർ ലൈറ്റ് അല്ലേ എന്തോ ഒരു ലൈറ്റാണ് പറയുക ഇതിന്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ലൈറ്റ് നമ്മുടെ വണ്ടിക്ക് നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും യുണീക്കായിട്ടുള്ള വൈറ്റ് കളറാണ് ഉള്ളത് ലൈറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നമുക്ക് വേറെ വല്ല കളറാക്കണോ അല്ലെങ്കിൽ ഡയമണ്ട് ആക്കണോ എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് എന്തായാലും കോടീശ്വരനാണ്. അപ്പോൾ ഇത് ഇത്ര പണി തന്നെ നമ്മൾ എന്തായാലും ഒരു 60 ലക്ഷത്തിനാണ് വണ്ടി പണിതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഡയമണ്ടും കൂടി കയറ്റി വരുമ്പോൾ ഒരു 100 കോടി പറയല്ലേ ഗൈസ്, ഒരു 100 കോടി വെറുതെ പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പോൾ ഡയമണ്ട് അത്യാവശ്യം വില. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഏതൊരു വണ്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ ലോ ക്വാളിറ്റി ഡയമണ്ട് ആയിരുന്നു കേട്ടോ. അത് കാരണം ആ വണ്ടിക്ക് അത്രയ്ക്ക് വലിയ കുറവായിരുന്നു. അപ്പം നമ്മുടെ അതേ വണ്ടി അങ്ങനെ പെർഫോമൻസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഡയമണ്ട് കൂടി കയറ്റുമ്പോൾ കുറച്ചുകൂടി സൂപ്പറാവും. ഇപ്പം തന്നെ പണിതിറക്കിയ വണ്ടിയാണ്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്, എന്തായാലും നമ്മളതിൻ്റെ ഡയമണ്ട് ആക്കും. അപ്പോൾ അത്യാവശ്യം ഡയമണ്ട് നമ്മളങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡയമണ്ട് നമ്മുടെ എന്തായാലും സ്ഥലത്തേക്ക് വരും. അപ്പോൾ അത്യാവശ്യം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടിമേ അത് എങ്ങനെയുണ്ട്, ബാക്കും ഫ്രണ്ടാണ് ഗൈസ് ഇതിൻ്റെ കിടിലായിട്ടിരിക്കുന്നത് കേട്ടോ. 10 എക്സോസ്റ്റ് പൈപ്പാണ് നമ്മൾ വണ്ടിക്ക് ഔട്ട്പുട്ടായിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പവർ എന്തായാലും നമ്മുടെ വണ്ടി കാണിക്കും കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വണ്ടിയൊക്കെ ഇത് കണ്ട, ഇതുണ്ട് ബുക്കാട്ടി ഷെരോണും ഉണ്ട് കേട്ടോ. നമ്മുടെ 2 വണ്ടിയും നല്ല അത്യാവശ്യം നല്ല പവറുള്ള വണ്ടികളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത പണി എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോൾ അത് വണ്ടി എങ്ങനെയുണ്ട്, വണ്ടി ഇഷ്ടപ്പെട്ട ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ കമൻറ്റിലൊന്ന് സൂപ്പർന്ന് ഇട്ടോട്ടാ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കിടിലൻ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ വണ്ടി പണിതേക്ക് രാത്രി ആയിട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി അയ്യോ ഇവരെന്തിനോട് കാണിക്കണേ, ട്രവർ നമ്മുടെ ഡോറ് നടക്കാണ്ടാണ് പോകുന്നത് കേട്ടോ. നല്ല ഡോറല്ല ഗേറ്റ് കിട്ടാ നമ്മുടെ സൂപ്പർ കാർ. എന്തായാലും രാത്രിയായി, ട്രവറോട് എന്തായാലും പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നമുക്ക് ഡയമണ്ട് ആക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ഡയമണ്ടും സ്പോയിലറും ആക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി എങ്ങനെയുണ്ട് ഗൈസ് കണ്ട. പണിത് കഴിഞ്ഞപ്പോൾ പാതിരാത്രി കേട്ടോ നമ്മളിത് പണിതിറക്കി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ഇത് കണ്ട ഹാൻഡ് മെയ്ഡ് സ്പോയിലറാണ് നമ്മളിത് വണ്ടിയുമ്പോൾ ചെയ്തതാണ് കേട്ടോ. അത്യാവശ്യം വലിയ സ്പോയിലർ തന്നെയാണ് ചെയ്തത്. നമ്മളിത് ഡയമണ്ടൊക്കെ കിട്ടി നമ്മളത് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലധികം സ്ക്രാച്ചസ് വരാൻ ചാൻസ് കുറവായിരിക്കും കേട്ടോ. അതേ നമ്മളങ്ങനെ ഡയമണ്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതേ കിടി രാത്രി കുറച്ചുകൂടി സീനുണ്ട് ഗൈസ്. നമ്മുടെ ആ തിളക്കോ ലൈറ്റ് അടിക്കുമ്പോൾ തിളക്കം കണ്ടില്ലേ, ഡയമണ്ടിൻ്റെ തിളങ്ങണം കണ്ട ഗൈസ്. അപ്പോൾ ഇത് അത്യാവശ്യം കിളിനായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 50 കോടി പറഞ്ഞു നോക്കട്ടെ. നമ്മുടെ വണ്ടിക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തത് കേട്ടോ. എല്ലാ സാധനങ്ങളും നല്ല ഇതുണ്ട്, ബൂസ്റ്റൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിലാണ് എല്ലാം ചെയ്തതാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. നമ്മുടെ ലോസ് ഗ്യാങ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ലോസ് ഗ്യാങ്ങിൽ ഏതൊരു മെമ്പറിന് എന്തോ കണ്ടിട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അറിയത്തില്ല നമുക്ക്. എന്തായാലും ഇതേ അത്യാവശ്യം നല്ല പവർ നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ ബൂസ്റ്റൊക്കെ വെക്കുമ്പോൾ നമ്മുടെ വണ്ടി പറക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ട് വണ്ടി കയറ്റാട്ടോ. നമ്മുടെ ലോസ് ഗ്യാങ് കാണുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ പോയായിരുന്നു ഗൈസ്.
അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്തെടുക്കാം. അധികം ഒന്നും പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഗ്രാഫിക്സും ഗൈസ്, നമ്മുടെ വണ്ടിയുടെ തിളക്കം നോക്കിയേ, സീൻ തന്നെയാണ് കേട്ടാ. കണ്ട ആ ടയറും അവിടെയൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുറത്തേക്ക് തള്ളണ സ്ഥലത്തൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കിടിലം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. നമ്മളെ പണിയുന്ന വണ്ടി നമുക്ക് എന്താണോ കൊടുക്കാൻ തോന്നുന്നില്ല കേട്ടാ. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. നമ്മളിത് ലോസ് ഗ്യാങ് ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. പണി നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് പോകാട്ടോ ഇവിടെ നിന്ന്. ഇവന്മാർ ജീവിക്കും. ഞാൻ പറഞ്ഞില്ല നേരത്തെ അവർ കണ്ടു എന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും അവൻ്റെ അടുത്ത് കാര്യമായി പറയാട്ടോ. നമ്മൾ എപ്പോഴും അവൻ്റെ അടുത്ത് പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് അവൻ്റെ അടുത്തേക്ക് പോകട്ടോ. എന്തായാലും ഇത് മതിയായ ഒരു കോടീശ്വരൻ്റെ വണ്ടിയാണ്. ഓക്കെ, ലോസ് ഗ്യാങ്ങിലെ ഏതൊരു മെമ്പർ വന്നിട്ട് പറയുന്നുണ്ട് വണ്ടി എനിക്ക് തരാൻ പറയുന്നുണ്ട് കേട്ടോ. ദേ ഗണ്ണൊക്കെ എടുത്ത് ബാക്കിയുള്ളവർക്ക് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. വണ്ടി അവൻ തോക്ക് എടുത്ത് പേടിപ്പിക്കുന്നുണ്ട്. നമ്മളെ പേടിപ്പിക്കാനാന്ന് തോന്നുന്നുണ്ട്. നമ്മളാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങണില്ല കേട്ടോ. നമ്മുടെ അടുത്ത് ഇറങ്ങാനാണ് നമ്മുടെ അടുത്ത് പറയാനോ. നമ്മളാണെങ്കിൽ ഇറങ്ങണമില്ല കേട്ടോ. നമ്മളാണെങ്കിൽ വണ്ടിയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ടയർ ഇങ്ങനെ പൊട്ടിക്കും ഇയാളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ചീഫ്. നമ്മുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ വെടിവെച്ച് കളയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇറങ്ങി അവൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാണ് ഇത് വലിയ കോടീശ്വരൻ്റെ വണ്ടിയാണ് മോനെ, കളിക്കേണ്ട പണിപ്പാടും എന്നുള്ളത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇതൊക്കെ എന്ത്, ഞാൻ വലിയ ഗ്യാങ്ങിലെ മെമ്പറാണ്, എൻ്റെ അടുത്ത് ആരും തൊടാൻ വലിയ ഈ വണ്ടി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇയാൾ മിക്കവാറും നമ്മുടെ ഈ വണ്ടി കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു കേട്ടോ. അത് എന്ത് ചെയ്യുന്ന. ഓക്കെ ഗൈസ്, ആ ഒരു വണ്ടിക്കാരൻ അയാൾ ഇടിച്ചിട്ടു. നമുക്ക് എന്തായാലും വണ്ടി കൊണ്ട് വേഗം പോവാട്ടോ. അപ്പോൾ നമ്മുടെ ട്രെവർ അതിൻ്റെ അകത്താണല്ലോ ഗൈസ്. നമ്മുടെ ആ ഒരു ഷോറൂമിൻ്റെ അകത്താണല്ലോ. നമ്മൾ അവൻ്റെ പറ്റി ആലോചിച്ചില്ലല്ലോ. നമുക്ക് എന്തായാലും വണ്ടി അത് സേഫ് ആക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അവനെ വിളിച്ചു നോക്കാം കേട്ടോ എവിടെയാണെന്നുള്ളത്. ഹലോ ട്രെവർ, എവിടെയാണ് നീ? ഓക്കെ ഗൈസ്, നമ്മുടെ ട്രെവർ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെവർ വീട്ടിലാണെന്ന് പറയണ കേട്ടോ. നമ്മുടെ ബുക്കാട്ടി കൊണ്ടാവും വീട്ടിൽ പോയെന്നാണ് പറയണത്. എന്തായാലും ദൈവം സഹായിച്ച് നമ്മുടെ ഷോറൂമിൽ വേറെ വണ്ടികളില്ലാത്തവരെ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ ഇനി അവന്മാർ കത്തിക്കുമെന്ന് അറിയില്ല. നമ്മൾ എന്തായാലും വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടേ, കത്തിക്കില്ലായിരിക്കും. അപ്പോൾ നമ്മുടെ ട്രെവർ ബുദ്ധിയിട്ട് കളിച്ചോട്ടെ. നമ്മുടെ ബുക്കാട്ടി കൊണ്ട് വീട്ടിൽ പോയി രാത്രി ആകുമ്പോഴേക്കും അവൻ ആ വണ്ടി കൊണ്ട് പോയെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി സേഫ് ആക്കാട്ടോ. അപ്പോൾ നമ്മളിത് രക്ഷപ്പെട്ടിട്ടുണ്ടോ, ജസ്റ്റിനായിട്ട് രക്ഷപ്പെട്ട ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ശരി, ബൈ.